Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next day, laughing, having fun. ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ ഹെവി റെയിൻ കാരണം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം മൺഡേ ക്ലാസ്സിന് പോയിട്ട് പിന്നെ 2 ദിവസം ഹോസ്റ്റലിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തേഴ്സ്ഡേ ആണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. ഡേ ഇൻ മൈ ലൈഫ് പിന്നെ അതുപോലെ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ ഒരു മൂഡ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഷോർട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ 6-5 ദിവസത്തിന് ശേഷമാണ് പിന്നെ സ്കൂളിലോട്ട് പോണത്. ഇത് സ്കൂളിൽ പോയ ഫസ്റ്റ് ഡേ എടുത്ത വ്ളോഗല്ല, സെക്കൻഡ് ഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് ഡേ കുറേ ദിവസം വ്ളോഗ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കണ കാര്യം മറന്നു. പിന്നെ പകുതി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ സെക്കൻഡ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണത് ഫേസ് യോഗയാണ് കേട്ടോ. എന്നോട് കുറേ പേര് ഫേസ് യോഗൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടോ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ ഞാനൊരു റീലായിട്ടല്ല ഷോർട്സ് ആയിട്ട് ചെയ്യണ്ട്. അങ്ങനെ എന്നത്തെയും പോലെ ബാഗും ബുക്കൊക്കെ പാക്ക് ചെയ്യാൻ പോവുകയാണ്. ബുക്ക് ബാഗിലോട്ട് പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ഹെയർ സ്റ്റൈൽ മാറ്റി പിടിച്ചിട്ടോ. ഇന്ന് ഞാൻ നടുവയവാണ് എടുക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ സൈഡിക്ക് വാരി പറയുണ്ടോ എങ്ങനെയാണ് രസം. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് മുടി അയച്ചിടണേണ് ഇഷ്ടം. മുടി അയച്ചിടുമ്പോഴാണ് എനിക്ക് ഫേസിൽ ഭംഗി തോന്നാറ് കേട്ടോ. അപ്പം ഞാൻ ഹെയർ ഷോർട്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതാവുമ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ ഹെയർ ടൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓപ്പൺ ചെയ്തിടാൻ പറ്റും. പക്ഷേ ലോങ് ഹെയർ കട്ട് ചെയ്യാനും തോന്നണില്ല. റിഗ്രറ്റ് ചെയ്യുമെന്ന് അറിയണോണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഞാൻ ഹെയർ കട്ട് ചെയ്യണോ വേണ്ടേ? അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക്ക് മാത്രമല്ല മേക്കപ്പൊക്കെ ഇട്ടുക്കണം. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ ക്ലാസ്സിന് പോവുകയാണ്. നെയിൽ പോളിഷ് ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ റൂമിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റൽ വിട്ട് സ്കൂളിലോട്ട് പോവുകയാണല്ലോ. സ്കൂളല്ല, കോളേജ്. അപ്പോൾ എന്നും ഹോസ്റ്റലിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ പേര് എഴുതി വെക്കൂട്ടോ. എന്നിട്ട് കയറുമ്പോൾ നമ്മൾ ടിക്ക് ഇടുകയും ചെയ്യാറുണ്ട്. ഒരുപാട് വ്ളോഗിൽ ഈ സെയിം സീൻ തന്നെ ഞാൻ ആഡ് ചെയ്യണോണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ഥലമൊക്കെ നല്ല പരിചയമായിട്ടുണ്ടാവില്ലേ. അങ്ങനെ നമ്മൾ നീർജയിലെത്തിയല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 2 പീരീഡാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് 2 പീരീഡാണ് ഉണ്ടാവല്. ഒന്ന് ഏവിയേഷൻ, പിന്നെ ഒന്ന് ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് അന്ന് ഞങ്ങൾക്ക് ന്യൂസ് റിപ്പോർട്ടിങ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാട്ടോ. മിസ്സ് തരുന്ന ഓരോ ആക്ടിവിറ്റീസ്. ഞങ്ങളെ മിസ്സിൻ്റെ പേര് റീന മാം എന്നാണ്. അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഓൺ വോയിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ വോയിസ് ഓവർ മതിയെന്ന്. ഇൻഷാ അല്ലാ ഒരു ദിവസമെങ്കിലും ഞാൻ ഓൺ വോയിസ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ ഓൺ വോയിസ് ആണോ വോയിസ് ഓവർ ആണോ ഏറ്റവും നല്ലതെന്ന്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് യൂണിഫോം കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് എന്ന് പറയണ്ട, അധികം എല്ലാവർക്കും കിട്ടി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ ചേർന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ മെഷർമെൻ്റ് അന്നാണ് കേട്ടോ എടുത്തത്. എനിക്ക് മാത്രമല്ല കുറച്ച് ലേറ്റായി വന്നവർക്കൊന്നും യൂണിഫോം കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാവരും നാളെ മുതൽ ഇടണില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളെ യൂണിഫോം കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് യൂണിഫോം ഇടാൻ ശരിക്കും നല്ല ആഗ്രഹമാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് ഇവിടുത്തെ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കോട്ട് ഇടൽ തുടത്തിയിട്ട് കുറേ കാലമായി. എനിക്ക് കോട്ടൊന്ന് ഊരി മാറ്റി വെക്കണം നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അപ്പോൾ ഇവിടേക്ക് വേണ്ടി ഫോർമൽ ഡ്രസ്സ് 2 ഷർട്ട് 2 പാൻറ് കേട്ടോ വാങ്ങിയത്. അതിൽ ഒരു ഷർട്ടേ ഇടാൻ പറ്റുള്ളൂ. മറ്റേ ഷർട്ട് കുറച്ച് ഗ്ലേസിങ് കൂടുതലുള്ളതുകൊണ്ട് അത് ഫോർമൽ ടൈപ്പ് അല്ല പറഞ്ഞു. മറ്റേ ഷർട്ടാണെങ്കിൽ ഭയങ്കര ലൂസ് ചെയ്യുന്നു. പിന്നെ 2 പാൻറ്റായിരുന്നു, അത് ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഒരു കോട്ട് വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ ടീഷർട്ട് മാറ്റിങ്ങാണ് ഞാൻ കോട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറയില്ല, എനിക്ക് യൂണിഫോം കിട്ടാൻ നല്ല ആഗ്രഹമുണ്ട്. പോരാത്തതിന് എൻ്റെ കോട്ട് പറയണത് സത്യം പറഞ്ഞാൽ ചാക്കിൽ മടാളട്ടാലുള്ള പോലെയാണ്. ഭയങ്കര ലൂസാണ് കേട്ടോ. എനിക്ക് ലൂസും അല്ല, ഇറക്കം കൂടുതലുമാണ്. അങ്ങനെ നമ്മൾ ഹീൽസൊക്കെ ഊരി, പിന്നെ അതുപോലെ തന്നെ ഹെയറൊക്കെ അയക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കുറേ റൂഡായിട്ടുള്ള എൻ്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റും. വേറൊന്നുമല്ല, എന്നെ നല്ല രീതിക്ക് ഹേർട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നൊക്കെ. ഇത് കാരണമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യാൻ തോന്നണത്. ഞാൻ എന്താണോ പറയണത് അതിൻ്റെ ഹെയർ കേൾക്കൂല. പോരാത്തതിന് ഇന്നെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്തൊക്കെയാണേലും എൻ്റെ ഹെയർ ഇഷ്ടമാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ് മൊത്തം വാഷ് ചെയ്ത്
കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ അന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാറായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ 3 വീക്സ് ആയിട്ട് ഞാൻ ഒരു ക്ലാസ്സും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് ഉണ്ട്. Give me your money. I want your money. It looks like you have a lot of practice with that. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും അറിയാലോ. നമുക്ക് വേറെ എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഒരു കാര്യമല്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യണത് ഇൻ്റർവെല്ലിൻ്റെ സ്പീക്ക് പ്രോ കോഴ്സാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ബട്ട് എനിക്ക് വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ബേസിക് വേണമെന്നില്ല. ഇവരിൽ ഞാൻ കണ്ട ഹൈലൈറ്റ് ഇതാണ്. നമുക്ക് വേണ്ട പോലെ മൊഡ്യൂൾസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു ട്യൂട്ടോർ ഉണ്ട് കേട്ടോ. ഓരിൻ്റെ ലെവൽ നീഡൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് എടുക്കാറ്. ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെയാണ് കേട്ടോ എനിക്ക് ട്യൂട്ടോറിനെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് എന്താണോ വേണ്ടത് അത് എനിക്ക് ഒരു തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 3 വീക്സ് ആയിട്ടുള്ളൂ. അതിൽ എനിക്ക് ഉണ്ടായ ചേഞ്ച് പറയുന്നത് നല്ല വിസിബിൾ ആണ് കേട്ടോ. ഞാൻ ഏവിയേഷൻ പഠിക്കണോണ്ട് തന്നെ ഇംഗ്ലീഷ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ കുറേ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിട്ട് ഇന്റർവെൽ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്ത് വെച്ചാൽ എൻ്റെ അനിയനാണ് കേട്ടോ. ഓനവരുടെ ഫൗണ്ടേഷൻ പിന്നെ ലിറ്റിൽ ജീൻ പറഞ്ഞ 2 കോഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ ഓനക്കുണ്ടായ ഇമ്പാക്റ്റ് വളരെ വലുതാണ് കേട്ടോ. ലിറ്റിൽ ജീൻ പറയുന്നത് കിൻഡർ ഗാർഡൻ കോഴ്സാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയാം. പിന്നെ 20 to 40 ഡേയ്സ് വരുന്ന ഹിന്ദി ഇംഗ്ലീഷ് പ്രോപ്പർ ആക്കാനുള്ള ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇവരുടെ ഇഷ്ടം എന്താ വെച്ചാൽ അവരുടെ ടീച്ചിങ് പാറ്റേൺ ആണ്. ക്ലാസ് ഉള്ള ടൈം നമുക്ക് ക്ലാസ്സിലാണ് തോന്നൂല, നല്ല എന്റർടൈൻമെന്റ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ ട്യൂട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടാണ് ആൻഡ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമുക്ക് എന്ത് കാര്യം വേണേലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ആയിഷ മാം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാൻ മാമിനോട് ചോദിച്ചിരുന്നു മാം എങ്ങനെയാണ് ടീച്ചർ ആയതെന്ന്. അപ്പം മാം പറഞ്ഞിരുന്നു ഇവരുടെ തന്നെ ആയിട്ടുള്ള ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അതൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്ലോമ കോഴ്സ് ആണ്. നമുക്ക് ഇംഗ്ലീഷ് ടീച്ചറൊക്കെ അടിപൊളിയായിട്ട് ആവാൻ പറ്റും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇവർ 100% പ്ലേസ്മെന്റ് അഷുറൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഇത് മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സ്, ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആൻഡ് മെനി മോർ. അപ്പോൾ എല്ലാ കോഴ്സിലും 100% പ്ലേസ്മെൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യണം, അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. Can you please do this or that? We will be requesting. Yes, we would usually add please to the Yeah, please. That would be a request. Yeah. അങ്ങനെ നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി എങ്ങോട്ടാ വെച്ചാൽ ജിമ്മിക്കാണ് കേട്ടോ. ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു ജിമ്മിന് ജോയിൻ ചെയ്തു പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് 2nd ഡേ ഓഫ് ജിമ്മാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പോവാൻ. നമ്മൾ ഹൈറ്റ് കൂട്ടുമെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂട്ടും, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഹൈറ്റ് കൂട്ടാനുള്ള പോക്കലാണ് ഞാൻ പോകുന്നത്. മാത്രമല്ല കേട്ടോ, എൻ്റെ ഹോസ്റ്റലിൽ കൂടെ കുട്ടികളും ഉണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിങ്ങാണ്ട്. അവിടെ പിന്നെ അങ്ങനെ കുറേ ഷൂ നിരത്തി വെച്ചിട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഷൂ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ വെച്ച് പോകണതാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കാർഡിയോ പിന്നെ അതുപോലെ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫീലാണ് ഹൈറ്റ് കൂടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായി ഒന്ന് ഫുഡ് കഴിക്കാൻ കയറി. വേറെ ഒന്നുമല്ല കേട്ടോ, ഷവർമ എനിക്ക് ശരിക്കും തിന്നാൻ പൂതിയായിരുന്നു. ഇത് തിന്നുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഞാൻ വെറുതെ ഇടുന്നതല്ല, ശരിക്കും എനിക്കത് കിട്ടുമ്പോണ്ടല്ലോ, അല്ല അത് തിന്നുമ്പോണ്ടല്ലോ നല്ല ഫീലായിരുന്നു. അങ്ങനെ ഷവർമയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ജിമ്മിക്ക് നടക്കലും തിരിച്ച് വരലും തന്നെ വേറൊരു വർക്കൗട്ടാണ്. അപ്പം ഇനി തിരിച്ച് ഹോസ്റ്റലെത്തിയിട്ട് എന്ത് പരിപാടി ഉണ്ട്, കുളിക്കാനുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് വിശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുഡ് കഴിക്കണ വരെയുള്ള സീനുകളോട്ട് എടുത്തിട്ട് പഠിക്കണത് പിന്നെ പല്ല് തേക്കണത് കിടക്കണത് ആ സീനൊന്നും എടുത്തിട്ടില്ല. എന്നും എടുക്കണതാണല്ലോ, അപ്പം ഇന്ന് പിന്നെ ഈ വീഡിയോയിൽ അത് വേണ്ട വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ കറി രസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Bye bye.